എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേസൻ മോന. യെസ്റ്റർഡേസ് വീഡിയോ എല്ലാവരും എനിക്ക് നല്ലത് സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു എൻ്റെ ഇൻട്രോ. അതുകൊണ്ട് ഞാൻ ഇന്നലും വന്ന് ഐ എം വെരി ഹാപ്പി. ഇന്നും വന്നു ഞാൻ, അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ്. ഇന്നത്തെ വീഡിയോനകത്ത് മമ്മി ഒരു നല്ലത് റെസിപ്പി ഉണ്ടാക്കുക. നിങ്ങളും ട്രൈ ചെയ്യണേ. കോമൻറ്റിനകത്ത് ഇടും എങ്ങനെ ഉണ്ട്. പിന്നെ സ്കൂളിനകത്ത് ഇച്ചിരി കൂട്ടുകാരനുണ്ട്. അവൾ നോൺ വെജ് കഴിക്കത്തില്ല യൂഷ്വലി. പക്ഷേ നല്ലത് അമ്മയുടെ നല്ലത് കുക്കിംഗ്. ചപ്പാത്തിനകത്ത് മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട തരും. അവർക്ക് ചപ്പാത്തിക്കകത്ത് മുട്ട ഞാൻ പറയും മുട്ട ഉണ്ട് അതിനകത്ത്. പക്ഷെ പിന്നും തിന്നും. അവർക്ക് എൻ്റെ അമ്മയുടെ കുക്കിംഗ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ സ്കൂളിൻ്റെ പ്രോഗ്രാം കണ്ടായിരുന്നു എല്ലാവരും. എങ്ങനെയായിരുന്നു? ഇന്ന് ഓഫ്ലൈൻ ആയിരുന്നു. രാവിലെ എണ്ണിക്കേണ്ടി വന്ന്. പക്ഷെ എനിക്ക് അത്ര പ്രോബ്ലം ഇല്ല. എന്നും ഞാൻ ഇൻട്രോനകത്ത് വരത്തില്ല, പക്ഷെ സംടൈംസ് ഞാൻ വരും. എന്നോട് പറഞ്ഞു പ്രേസമ്മോനോടെ, എടാ ആൻറ്റിമാര് നിന്റെ ഇൻട്രോ നല്ലയാന്ന് പറഞ്ഞടാ. അപ്പൊ അവൻ പറഞ്ഞു എന്താ ഞാൻ ഇന്നും പറയാന്ന് പറഞ്ഞു വന്നതാ. അവൻ തന്നെത്താൻ ഇങ്ങനെ പെട്ടെന്നില്ല മലയാളം അങ്ങോട്ട് പറയാനങ്ങോട്ട് ഫ്ലുവൻസിലായിട്ട് നമ്മൾ പറയുന്ന പോലെ അവർ പറയാൻ പറ്റത്തില്ല. അവർക്കത് കൊതിയാണ് ഇങ്ങനെ പറയാനായിട്ട്. അപ്പം അതാ ഇച്ചിരി നേരം തന്നെത്താൻ നിന്നിങ്ങനെയൊക്കെ ഞാനിവിടെ ഇരിപ്പുണ്ടാണ് കാണി തന്നെത്താൻ മൈൻഡ് വന്നതൊക്കെ അങ്ങ് പറയാന്നെയാ. പക്ഷേ ഈ ഇവൻ എന്ന് പറയുന്നതേ പോളിൻ്റെ കൂട്ടല്ല. ഞാൻ ഈ പിള്ളേർത്ത് എപ്പോഴും പറയത്തില്ലേ നിങ്ങൾ രണ്ടുപേരെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണോ അതായത് അതൊക്കെ. ഇവനെന്ന് പറയുന്നത് അന്നും ഇവിടെ അവരന്ന് മോളിൽ പോയപ്പോഴും ഇവർ ബർഗർ കഴിച്ചോണ്ട് പറഞ്ഞ് അപ്പച്ചനും മമ്മിക്കും കൊണ്ടുപോകാമെന്ന് ഇവൻ പറഞ്ഞ്. ഇവൻ ഇച്ചിരിയൊക്കെ എൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞെന്ന്. അതുപോലെ ഇന്ന് നല്ലൊരു റെസിപ്പി ഉണ്ട്. കൊച്ചു പറഞ്ഞില്ലേ ഒരു റെസിപ്പി ഉണ്ടെന്ന്. അത് ഇവന്മാർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് എനിക്കുള്ളതൊന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അതെനിക്ക് ഇഷ്ടമായി, ഇവിടെ ഇവർക്കും ഇഷ്ടമായി. ഈസിയുമായിട്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഹോട്ടലിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എങ്ങാനും പോകണമെങ്കിൽ സ്റ്റാർട്ടറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് സ്റ്റാർട്ടറായിട്ടൊക്കെ ആരെങ്കിലും ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയാം അത്. അപ്പോൾ അതുപോലെ ചപ്പാത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ പിള്ളേർക്ക് രണ്ടിനും ഇഷ്ടപ്പെടും. ഇവർക്കൊക്കെ ഇങ്ങനെ ഈ ചൈനീസ് പോലുള്ള ഒരു ടേസ്റ്റ് കിട്ടുമെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ. ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു. ഇന്ന് ഇപ്പം പ്രൈസമ്മോന് രാവിലെ പോകണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. മഴയുള്ള ആ 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് മാവ് ഞാൻ എപ്പോഴും മാറ്റി വെക്കുന്നത് പോലെ റാഗിപ്പൊടി ഇട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ടാണ് അരച്ചത്. പിന്നെ ബാക്കി ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി വെക്കട്ടെ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്കിത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം 5 മണിക്ക് എണ്ണിക്കണ്ടല്ലേ. എല്ലാവർക്കും അങ്ങനെ, എല്ലാവർക്കും ഈ രാവിലെ ആകുമ്പോഴാണ് ഒരു ഉറക്കം വരുന്നത്. അപ്പോൾ ആ ഉറക്കം എണ്ണിക്കാൻ നേരം സത്യം പറഞ്ഞാൽ ഈ മഴയും ആയതുകൊണ്ട് എണ്ണിക്കാനേ ഇങ്ങോട്ട് തോന്നത്തില്ല. എന്ത് വന്നേലും രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാൽ മതിയായിരുന്നു. അപ്പോൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. സാമ്പാറുണ്ട്, അപ്പം ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി സാവകാശം പ്രൈസിൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അന്നേരമാണ് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത്ര ധൃതി പിടിച്ച് ആരും ഉണ്ടാക്കിയാലും കഴിക്കത്തില്ലല്ലേ. പിന്നെ ഞാൻ ചിന്തിച്ച് ലേറ്റായിട്ട് അങ്ങ് ഉണ്ടാക്കാൻ ചൂട് എല്ലാവർക്കും കൊടുക്കാമെന്ന്. അപ്പോൾ ഉണ്ടാക്കുന്ന ഞാനങ്ങ് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. അപ്പം ചൂട് എല്ലാവരും കഴിച്ചോളുമല്ലോ. പോളിന് പിന്നെ പറഞ്ഞ് അവന് ഇച്ചിരി കട്ടി കുറച്ചുണ്ടാക്കി കൊടുക്കണേന്ന്. പിന്നെ വലിയ പാൻ വെച്ചിട്ട് അവന് കട്ടി കുറച്ചതുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പം ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് രാവിലത്തെ എല്ലാവരുടെയും കഴിപ്പൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഉച്ചയ്ക്ക് ഇന്നൊരു പ്രത്യേക നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്.
ഇത് ചപ്പാത്തിക്കാണ് കൂടുതലും നല്ലത്. പിള്ളേർക്കങ്ങ് ഒത്തിരി ഇഷ്ടമായി. അപ്പം ഞാൻ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് കൂടുതൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുകയാണെങ്കിൽ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂടുതൽ മുട്ടയുടെ പീസ് വേണമെങ്കിൽ അതനുസരിച്ച് ഇതിപ്പോൾ ഞാൻ 4 എണ്ണം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ ഉടനെ കുഴപ്പം ഞാൻ അപ്പോൾ അതനുസരിച്ച് സവാളയൊക്കെ എടുത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് വേണ്ട ഈ മഞ്ഞക്കരു വേണ്ട എങ്കിൽ മഞ്ഞക്കരു മാറ്റിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. വെള്ള മാത്രമാണേലും ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും റെസിപ്പികൾ ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ എങ്ങനെ നിങ്ങൾ ഇട്ട് തരുവാണെങ്കിൽ ഞാനതിങ്ങനെ വീഡിയോയിൽ ഇടാമേ. എനിക്ക് ചിലരൊക്കെ ഇങ്ങനെ USA എന്നൊക്കെ ചിലരെനിക്ക് ചിലപ്പോൾ ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ ആ വീഡിയോയോടുകൂടി എനിക്ക് സെൻഡ് ചെയ്ത് തരും, ചിലപ്പോൾ പറഞ്ഞു തരും. അപ്പം അതുപോലെ ആരെങ്കിലും താല്പര്യമുള്ളവർ നിങ്ങളുടെ റെസിപ്പി ഇങ്ങനെ ഇടണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് സഹിതം പറഞ്ഞ് ഇടാം റെസിപ്പി. അപ്പം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനലിൽ പബ്ലിഷ് ചെയ്തേക്കാമേ. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി റെസിപ്പികൾ, നല്ല റെസിപ്പികളുണ്ടെങ്കിൽ. അപ്പം ഞാനിതിൽ ഒരെണ്ണത്തിൻ്റെ മഞ്ഞക്കരു ഇട്ടില്ല കേട്ടോ. ആ മഞ്ഞക്കരു അല്ലാതെ വെള്ളം മാത്രമേ ഇട്ടുള്ളൂ. ഇങ്ങനെ കുഞ്ഞു പീസാക്കിയാൽ എടുക്കേണ്ടത്, ഒത്തിരി വലിയ പീസാക്കേണ്ട, ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. അതുപോലെ മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു ഫോർക്കും കൊണ്ടാണ് മിക്സ് ചെയ്തേ. നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അവർക്കൊരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാനൊക്കെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടി ഞാൻ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവിനങ്ങനെ ഒരു കണക്കില്ല. ഞാൻ ആദ്യം ഒരു 6 ടീസ്പൂൺ കടലമാവ് ചേർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുട്ടയിലൊരു കോട്ടിങ് പോലെ വന്നില്ല. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കൂടെ ചേർത്തായിരുന്നേ. നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചും കടലമാവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ്. ആദ്യം ഞാൻ ഫോർക്കും കൊണ്ടാണ് മിക്സ് ചെയ്തത്, പിന്നെ ഞാനൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തത്. എന്നാലേ ആ പൊടികളും മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ അകത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ചിലർക്ക് പറയാം കൈ കൊണ്ട് മിക്സ് ചെയ്തെന്നൊക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ടല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആദ്യം ഫോർക്കും കൊണ്ട് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ മസാലകൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്പൂണും കൊണ്ട് എത്ര ചെയ്താലും മസാലകൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിച്ച് ഒന്ന് നിൽക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിടാൻ മറന്നുപോയി. ഞാനൊരു 12-13 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് അതുകൂടി ഇതിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അവിടെ പാട്ട് പ്രാക്ടീസ് ആയിരുന്നു. അവിടെ അവന്മാരുടെ ഞാൻ കുറേ നേരം കൊണ്ട് ഇപ്പോൾ സമയം കുറച്ചായി. ഞാൻ പറഞ്ഞു എടാ ഒന്ന് നിർത്തണ പിള്ളേരെ, സൗണ്ട് അവന്മാർ ഇടയ്ക്ക് മിണ്ടാതിരിക്കും, പിന്നെ വീണ്ടും സംസാരിക്കും. പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റിംഗ് വന്നേ. അതാ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിരിയും ഇതൊക്കെ കേൾക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഉരുളകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മുട്ട ഇതിൽ ചേർത്തത് കൊണ്ട് ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാനിതിട്ടിട്ട് ഇച്ചിരി ഒന്ന് തീയൊന്ന് കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആദ്യം ഇടുന്നത് അങ്ങിതായിപ്പോവും. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് അതൊന്ന് ഇതാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി വലിയ ഇത് ഉണ്ടാക്കാതെ ചെറിയത് ഉണ്ടാക്കുന്നതാണ് നല്ലതേ. അപ്പോൾ ഇതൊരു സൈഡ് ഇച്ചിരി ഒന്ന് ഇതാണ് കോട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് അത് നല്ല പുറകുവശം നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പക്കോട പോലായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ആദ്യം ഞാൻ അതും കൊണ്ട് തിരിച്ചിടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ സ്പൂണും കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവട്ടെ. മുട്ട ഓൾറെഡി വെന്തയാ, എന്നാലും ആ മസാലകളൊക്കെ ഒന്ന് വേവണമല്ലേ. ഞാനിപ്പോൾ ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതൊന്ന് ഇപ്പം നല്ല കളറായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. അതിപ്പം ഞാനിങ്ങനെ കോരിയെടുക്കുക കേട്ടോ. അതുപോലെ ബാക്കിയുള്ളത് കൂടെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ആ മുട്ട വറുത്തില്ലേ, അതിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഞാൻ
ഞാനിപ്പോൾ ഇച്ചിരി ക്യാപ്സിക്കോ സവാള ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തെ ഈ ക്യാപ്സിക്കോ സവാളയൊക്കെ തിന്നാൻ ഈ പിള്ളേർക്കും ഇഷ്ടമാണ്, പോൾമോനൊക്കെ ഇഷ്ടമാണ് അതൊന്ന് എടുത്ത് തിന്നാൻ. ഇവിടെ പോൾമോൻ അവിടെ ഭയങ്കര പാട്ട് കച്ചേരിയാണ്. ഇതിലോട്ട് ഞാനൊരു 10-12 അല്ലി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഞാനിവിടെ ക്യാപ്സിക്കോ ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്, സവാള ഇങ്ങനെ ഇതളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അത് തിന്നാൻ നല്ലതാണ്. പിന്നെ വേറെ കളറുള്ള ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. ആ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് വാടി ഇച്ചിരി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇനിയും നമുക്ക് ആ സവാളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വാട്ടിയിടണം. ചിലർക്ക് ജസ്റ്റ് ഒന്ന് പച്ചപ്പ് വിട്ടാൽ മതി, ചിലർക്ക് ഇച്ചിരി ഒന്ന് വാടി കിട്ടണം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളതെങ്ങനെ എത്രയെങ്ങാന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പൂടി ഇട്ടിട്ടുണ്ട്, കാരണം നമ്മളിതിൽ സോസുകളൊക്കെ ചേർക്കുമ്പം അതിൻ്റെയും കൂടെ ഉപ്പ് കാണും, അതനുസരിച്ച് ഉപ്പ് ചേർക്കണേ. ഇതിപ്പോൾ ഒന്ന് വാടി വന്നോണ്ടെങ്കിൽ ഇതിലേക്ക് ചില്ലി സോസ് ആയിരുന്നു ഒഴിക്കേണ്ടത്. ഞാൻ നോക്കിയാണ് ചില്ലി സോസ് കുപ്പിയിൽ ഇങ്ങനെ നോക്കിയുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിക്കണം. ഞാൻ എന്നിട്ട് ലാസ്റ്റിൽ അതിൻ്റെ കഴുകി ഒഴിക്കുമായിരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിക്കണം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഡാർക്കാണെങ്കിൽ അത്രയും ഒഴിക്കണ്ടേ, ഇത് അധികം ഡാർക്കല്ലായിരുന്നു, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സിസവൺ ചട്നി. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഈ സിസവൺ ചട്നിയുടെയും ചില്ലി സോസിൻ്റെ ഒക്കെ അളവ് ഞാൻ പറഞ്ഞില്ല, എരിവിനനുസരിച്ചൊക്കെ ചേർക്ക്. ഇപ്പോൾ ഇത്രയും ഞാൻ ചേർത്തിട്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് കുറവാണെങ്കിൽ പിന്നെ എരിവ് കുറവാണെങ്കിൽ ചില്ലി സോസൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു കോൺഫ്ലോർ കലക്കിയത്. അപ്പം എൻ്റെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സ്പൂണിന് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഇച്ചിരി വെള്ളത്തിൽ കലക്കി ചേർക്കുന്നുണ്ട്. എന്നിട്ട് തീ അങ്ങ് ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് അത് ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കണം. കോൺഫ്ലോറൊക്കെ ഒന്ന് വേവണം. തീ ഹൈ ഫ്ലെയിമിലായാൽ അത് പെട്ടെന്ന് അത് കുറുകത്തേ ഉള്ളൂ, അത് വേവത്തില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സോസുകൾക്കെല്ലാം ഇച്ചിരി ഉപ്പ് രസം കാണും. നേരത്തെ നമ്മളൊരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ഉപ്പൊക്കെ നോക്കുക. ഈ സമയം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി സോസുകൾ വേണമെങ്കിൽ ഏത് സോസാണ് കുറവായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പക്കോട, എഗ്ഗിൻ്റെ പക്കോടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഞാനിതിലേക്ക് ലാസ്റ്റിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് ചേർക്കാനേ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നേരത്തെ ഇട്ടതിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചേ ചേർക്കാവൂ. എനിക്കിപ്പോൾ അങ്ങനെ ഒത്തിരി കുരുമുളക് പൊടിയുടെ ആ ഫ്ലേവർ അങ്ങോട്ട് എടുത്തറിഞ്ഞില്ല. ഞാനതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ തീയും കൂടെ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടാണ് ഞാൻ എടുത്തത്. അഥവാ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി ചൂട് വെള്ളമേ ചേർക്കാവേ. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചപ്പാത്തിക്ക് നല്ല അടിപൊളി, എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പ്രൈസൻ അന്ന് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയമായിരുന്നു. അപ്പം നല്ല ഒരു മണം വരുന്നുണ്ടായിരുന്നു. പ്രൈസൻ വന്ന് നോക്കിയിട്ടാ, ഓ മമ്മി ഇതെന്തോ ഉണ്ടാക്കുന്നത് മമ്മി, എന്നും ഉണ്ടാക്കണേ, ഐ ലവ് യു മമ്മി, നല്ല മമ്മി, ചക്കര മമ്മി, നല്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ പ്രൈസൻ ഭയങ്കരമായിട്ട് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പം ഞാനിതൊന്ന് ഇച്ചിരി ചപ്പാത്തിയുടെ കൂടെ ഒന്നെടുത്ത് തിന്ന് നോക്കിയതാണ്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ ചൂടോടെ കഴിക്കാനാണ് നല്ലത് കേട്ടോ. പിന്നെ ഈ കോൺഫ്ലവർ ഒക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തണുക്കുമ്പം അത്ര ഒരു കാണത്തില്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.